വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കും. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് കൂടെ പോയി. വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. വായിച്ചാട്ട് മകളെ, 10-ാമത്തെ വാക്യം വരും. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസിനെ സൗഖ്യത്തോടെ കണ്ടു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒറ്റ ദിവസത്തേക്ക് ക്രമീകരിച്ച ഈ മഹായോഗത്തിൽ മാറ്റമില്ലാത്ത സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾ ഒന്നിച്ച് പാതപീഠം അടുത്തു വരുന്നു. വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, അപ്പത്തിനായിട്ടുള്ള വിശപ്പുമല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ഞങ്ങളുടെ വചനത്തിന് വേണ്ടിയുള്ള വലിയ ദാഹത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ രാത്രി ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. ദൈവാലോചന വെളിപ്പെടുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ, പൈശാചിക പോരുകളെ, ദുരാത്മമണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ദൈവ തേജസ് ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക്. 7 ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. വളരെ പരിചിതമായ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. വൈദ്യനായ ലൂക്കോസ് ചരിത്രപരമായ 2 പുസ്തകങ്ങൾ നമുക്ക് എഴുതിത്തരികയുണ്ടായി. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഉലകത്തിൽ മനുഷ്യാവതാരം എടുത്തത് തുടങ്ങി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ചരിത്രം വളരെ സൂക്ഷ്മമായി പഠിച്ച് തൻ്റെ കൂടെ പഠിച്ച വ്യക്തിയോ തൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയോ ആരോ താൻ സ്നേഹിക്കുന്ന തെയോഫിലോസ് എന്ന മാന്യനായ മനുഷ്യന് താൻ പഠിച്ച ആ സൂക്ഷ്മമായ ചരിത്രം എഴുതി കൈമാറുന്നതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. ഈ പുസ്തകം എഴുതിക്കഴിഞ്ഞ് ഒലിവുമലയുടെ നെറുകയിൽ നിന്ന് എല്ലാവരും കാണെ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി മാളികമുറിയിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ അഭിഷേകവും പരിശുദ്ധാത്മ നിയോഗിതരായ അപ്പോസ്തോലന്മാരിൽ കൂടെ ഒരു 3.5 പതിറ്റാണ്ട് ആത്മാവ് ചെയ്ത ചരിത്രങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് വീണ്ടും തെയോഫിലോസിന് എഴുതിയ 2ാമത്തെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം. അങ്ങനെ ഈ വൈദ്യനായ മനുഷ്യൻ 2 ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ 100% ഒരു പൂർണ്ണ മനുഷ്യനായി ലൂക്കോസ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് അനുഭവിച്ച ഇഹലോകത്തിലെ സാഹചര്യങ്ങൾ മുഴുവനും
അതിനെ അതിജീവിക്കുവാൻ വേണ്ടി മറ്റ് 3 സുവിശേഷങ്ങളിൽ ഇല്ലാത്തതുപോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള 7 പ്രാർത്ഥനകൾ ഒക്കെ വളരെ വിശദമായി ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ 4 സുവിശേഷകന്മാരും എഴുതിയ ഒരു സംഭവം അവരിൽ നിന്നെല്ലാം അല്പം കൂടെ വ്യത്യസ്തമായി എഴുതിയ ഒരു വേദഭാഗമാണ് ഈ രാത്രി ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. സുവിശേഷങ്ങളിൽ 4 ശതാധിപന്മാരുണ്ട്. 4 പേരും യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നു. ഒരു ശതാധിപൻ തൻ്റെ ഒരു പ്രശ്നവുമായിട്ട് വരികയുണ്ട്. മറ്റൊരു ശതാധിപൻ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വരികയുണ്ടായി. ഈ ശതാധിപൻ തൻ്റെ ദാസന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു ശതാധിപൻ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വിലാപ്പുറം കുത്തിത്തുറക്കുകയും ചെയ്ത ഒരു ശതാധിപൻ ആ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നത് കണ്ടിട്ട് പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുകയും ഭൂമി കുലുങ്ങുകയും പാറകൾ പിളരുകയും വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കുകയും നിരവധി വിശുദ്ധന്മാർ ഉയർക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ട് രക്ഷിക്കപ്പെട്ട 4-മത്തെ ശതാധിപൻ. അതിലൊരു ശതാധിപന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. ഏറിയ പരിചയമുള്ള സുപരിചിതമായ നിരവധി മെസ്സേജുകൾ കേട്ടുള്ളൊരു ഭാഗം നമുക്കൊന്നിച്ച് ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് എൻ്റെ ഉള്ളത്തിൽ ആത്മാവ് നിയോഗം തന്നിരിക്കുന്നത്. ഏതൊരു കാര്യം ഇതിനകത്ത് എഴുതിയേക്കുന്നതിന് പിൻപിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു സംഭവവും ഈ പുസ്തകത്തിൽ വെറുതെ എഴുതിയിട്ട്, ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ മുഴുവൻ സംഭവങ്ങളുടെയും പുറകിൽ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇതിലെഴുതിയത് പ്രമാണിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹം ലഭിക്കുന്ന പുസ്തകമാണ് ദൈവം നമ്മുടെ കൈ തന്നിരിക്കുന്നത്. നല്ല ഒരു ഹല്ലേലൂയ രാത്രി പറയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, വളരെ മാന്യനായ 100 പട്ടാളക്കാരുടെ അധിപനായ ഒരു മനുഷ്യൻ, ശതാധിപനായൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ തൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയല്ല ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ സമീപിച്ചിരിക്കുന്നു. തൻ്റെ 100 പട്ടാളക്കാരുടെ വിഷയത്തിനുമല്ല താനിപ്പോൾ യേശുവിൻ്റെ അടുക്കൽ സമീപിച്ചിരിക്കുന്നു. തൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അക്കാലത്ത് അടിമ വ്യവസ്ഥിത നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ കൊണ്ട് കാളയെ വിൽക്കാൻ പോലെ കെട്ടിയിരുന്ന സ്ഥലത്തുനിന്ന് യോസഫിന് 20 വെള്ളിക്കാശും യേശുവിന് 30 വെള്ളിക്കാശും ഒക്കെ വില പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വില പേശി മേടിച്ച ഒരടിമ തൻ്റെ കൂടെയുണ്ട്. ആ അടിമയ്ക്ക് ദീനം വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇവന്റെ സൗഖ്യത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മാന്യനായ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ മറ്റുള്ള ഏവരെക്കാളിൽ വളരെ ശ്രദ്ധിപ്പിച്ച ഒരു കാര്യമാണ്, ഈ മനുഷ്യൻ വന്നേക്കുന്ന തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല, തൻ്റെ കീഴിലുള്ള 100 പട്ടാളക്കാരുടെ വിഷയമല്ല, വ്യത്യസ്തതയാർന്നൊരു വിഷയം. പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരടിമയ്ക്ക് വേണ്ടി, ഒരു ദാസന് വേണ്ടി യേശുവിനെ ആര് കണ്ടാൽ ഈ വിഷയത്തിനൊരു പരിഹാരം കിട്ടുമെന്ന് ഗ്രഹിച്ച ഈ മനുഷ്യൻ യേശു ഒരു യഹൂദനാന്നറിഞ്ഞിട്ട് തൻ്റെ പട്ടാളത്തിനകത്തുള്ള യഹൂദന്മാരായ ചിലരെ കയ്യിലെടുത്തു. സ്തോത്രം. എന്നിട്ട് യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. യേശുവിനോട് എന്ന് പറയണം, എൻ്റെ ദാസൻ ദീനമായി കിടക്കുന്നു, യേശു അവനെ സൗഖ്യമാക്കണം. യഹൂദന്മാരെ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവേ, ഞങ്ങളുടെ കമാൻഡർ, ഞങ്ങളുടെ ശതാധിപൻ നിന്റെ അടുക്കലേക്ക് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ശതാധിപനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. അദ്ദേഹം വളരെ മാന്യനായ മനുഷ്യനാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യനാണ്,
പോരാഞ്ഞിട്ട് യഹൂദന്മാരായ ഞങ്ങൾക്ക് സത്യദൈവത്തെ ആരാധിപ്പാൻ ഈ വിജാതീയനായ മനുഷ്യൻ, ജാതീയ മാർഗത്തിലുള്ള ഈ ശതാധിപൻ, ജീവനുള്ള ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് അറിയാത്ത മനുഷ്യൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്കൊരു പള്ളി വെച്ച് തന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനല്ല, ഒരു വിജാതീയനാണ്. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് യഹൂദന്മാർ പറയുന്ന സാക്ഷ്യം മോളൊന്നുള്ളത് വായിച്ചു കേൾപ്പിക്കും. 4-ാമത്തെ വാക്യം, അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ ഏത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയണം. നമ്മൾ അറിയാത്ത പലരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കവരെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ അവരെ വസ്ത്രം കൊണ്ടോ നിറം കൊണ്ടോ ചരട് കൊണ്ടോ ഒക്കെ വേർതിരിച്ച് വളരെ അകലത്തിലാണ് അവരെ വീക്ഷിക്കുന്നത്. അവരെന്തൊക്കെയോ സംഭവമാണെന്നുള്ള നിലയിൽ അവരെ അടുപ്പിക്കാതെ നമ്മൾ പോകുമ്പോൾ ഈ മനുഷ്യനെ നോക്കിക്കേ, അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നു. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായി, എല്ലാവരുടെയും ഇടയിൽ മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ചിലരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. ആരോടൊക്കെയോ ജാതി നോക്കാതെ, മതം നോക്കാതെ, സമുദായം നോക്കാതെ, സഭ നോക്കാതെ കരുണയുടെ സ്നേഹമുള്ള ആരൊക്കെയോ ഇന്നും ജീവിക്കുന്നുവെന്ന് ദൈവമക്കളായ നമ്മൾ ഇന്ന് രാത്രി അറിയണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്യാൻ ഒക്കത്തുള്ളൂ. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഒരു വിജാതീയനായ മനുഷ്യൻ അവനെ കുറിച്ച് യഹൂദന്മാർ യേശുവോട് പറയണം, അവൻ ഞങ്ങളെ എന്ന് പറഞ്ഞ എല്ലാവരും. നിങ്ങൾക്ക് ഇന്ന് രാത്രി തമ്മി സ്നേഹമുള്ള എത്ര പേരുണ്ട്? നിന്നെക്കാട്ടിൽ സാമ്പത്തികം കുറഞ്ഞവനെ സ്നേഹിക്കാൻ ഒക്കുന്നുണ്ടോ? നിന്നെക്കാട്ടിൽ നിറം കുറഞ്ഞവനെ സ്നേഹിക്കാൻ ഒക്കുന്നുണ്ടോ? നിന്നെക്കാട്ടി വിദ്യാഭ്യാസം കുറഞ്ഞവനെ സ്നേഹിക്കാൻ ഒക്കുന്നുണ്ടോ? നിന്നെക്കാട്ടി കഴിവ് കുറഞ്ഞവനെ സ്നേഹിക്കാൻ ഒക്കുന്നുണ്ടോ? നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഒക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഇവരെ ആരെ സ്നേഹിച്ചില്ലെങ്കിൽ 4 ശമ്പളം കിട്ടുന്നവനെ, കമാൻഡറാ, അധികാരമുള്ളവനാ. ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും, ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ അധികാരമുള്ള മനുഷ്യൻ. ഇത്രയും അധികാരമുള്ള കമാൻഡിങ് പവറുള്ള മനുഷ്യൻ, അവനെ കുറിച്ച് തൻ്റെ കീഴിലുള്ള ജോലിക്കാർ പറയണം, അവൻ ഞങ്ങളെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയരെ, നമ്മളെക്കുറിച്ച് നാളെ ഒരു സാക്ഷി ഒരാൾ പറഞ്ഞാൽ, നമ്മളെക്കുറിച്ച് ചത്തു കഴിയുമ്പോൾ ആ സാക്ഷി പറയുന്നത്, അത് ആ മരിച്ചവർ കേൾക്കാത്തത് അവരുടെ ഭാഗ്യം. സ്തോത്രം. അപ്പോ ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് പറയാണ്, അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നു. 2 വായിച്ചമ്മളെ, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പള്ളി വെക്കുന്ന പ്രശ്നം. നമ്മൾ പള്ളി വെക്കാൻ പോയാൽ പഞ്ചായത്ത് സമ്മതിക്കത്തില്ല, നമ്പർ തരത്തില്ല, കറണ്ട് കിട്ടത്തില്ല, അത് ഇത്ര സെൻറ്റ് ഉണ്ടെന്ന് കാണിക്കണം, പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് കാണിക്കണം, ശവക്കോട്ട ഉണ്ടെന്ന് കാണിക്കണം, പിന്നെ സെക്രട്ടറിയുമായിട്ട്, ഏത് സെക്രട്ടറിയാ, പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് പിടിപാടുണ്ടായിരിക്കണം, വാർഡ് മെമ്പറുമായിട്ട് പിടിപാടുണ്ടാകണം. ഇതൊക്കെ ചെയ്താലും നമുക്ക് പള്ളി കിട്ടാൻ വലിയ പാടാ. സ്തോത്രം. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ നോക്കി ഒരു ജാതീയനാണ്. ജാതീയൻ്റെ മനസ്സിൽ ആഗ്രഹം, അവർ സത്യദൈവത്തെ ആരാധിക്കണം, അതിനൊരു സൗകര്യം ഉണ്ടായി കൊടുക്കണം. നല്ല ഹല്ലേലൂയ രാത്രി പറയണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നിലമ്പൂർ വയനാട്ടിലെ കൺവെൻഷന് ചെല്ലുന്നതിന് തൊട്ട് മുമ്പേ CI തോമസ് പാസ്റ്റർ സെൻട്രൽ കൺവെൻഷന് ഞാൻ പോയി. അതിൻ്റെ തലേ ദിവസം വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ വയനാട് പോട്ടെ നിലമ്പൂരായിരുന്നു. നിലമ്പൂരിൽ കഴിഞ്ഞ വർഷം ചെന്നപ്പോൾ അവിടുത്തെ കൺവെൻഷൻ നടത്താനായിട്ട് പല ആളുകളോട് പോയി സ്ഥലം ചോദിച്ചു. പക്ഷേ ആരും സ്ഥലം കൊടുത്തില്ല. അവിടുത്തെ മുസൽമാനായ മനുഷ്യൻ അദ്ദേഹം ആ നിലമ്പൂർ സിറ്റിയിലെ ഏറ്റവും പ്രധാന ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരു ഏക്കറിക്കുള്ള സ്ഥലം, നല്ലൊരു മൈതാനം കിടക്കുക. അദ്ദേഹത്തോട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തെ മീറ്റിംഗ് വെക്കാനാ, ഞങ്ങളെ അണ്ണനൊന്ന് സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനെന്തോ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് സ്ഥലം, ഒരു ആരാധിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി തരണം. ഈ സ്ഥലം എടുത്തു, പന്തലിൻ്റെ പൈസ ഞാൻ തന്നേക്കാം. ഹലോ, നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല.
അപ്പൊ നമ്മൾ അറിയാതെ ഈ സത്യസുവിശേഷം ലോകത്തോട് പറയാൻ നമ്മളെക്കാട്ടിൽ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ നടക്കുമ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് അവരറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. സന്തോഷമുണ്ട്. കരമടിച്ച് നല്ല പോലെ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നമുക്ക് വേണ്ടി നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന എത്രയോ നല്ല മനുഷ്യർ. അപ്പം വിജാതീയനായ ഈ നല്ല മനുഷ്യൻ ഒന്ന് തൻ്റെ കീഴിലുള്ളവരെ സ്നേഹിക്കുന്നു, രണ്ട് അവർക്ക് ആരാധിക്കാൻ ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അന്നേരമേ ക്ഷണിക്കാൻ വന്ന യഹൂദന്മാരുടെ കൂടെ പോയി. എത്ര മൈൽ ദൂരമുണ്ട്? ഗൂഗിൾ മാപ്പ് ഇട്ട് തരാമോ? ട്രാഫിക് വലുതായിട്ടുണ്ടോ? ഇന്നോവ ക്രിസ്റ്റയുടെ കാർ ഇറങ്ങി വരുന്ന വഴിയാണോ? ഇതൊന്നും യേശു ചോദിച്ചില്ല. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ദൂരവും അറിയണ്ട, വഴി അറിയണ്ട. ഇവനെക്കുറിച്ച് 2 സാക്ഷ്യം പറഞ്ഞപ്പോൾ യേശു അന്നേരമേ കൂടെ പോയി. ഇന്ന് രാത്രി നീ ആരാണെന്ന് യേശു അറിഞ്ഞാൽ നിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരാൻ ആരുടെയും കെയർ ഓഫ് ഇല്ലാതെ മനസ്സിലാകുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. നീ ആരാന്ന് സ്വർഗത്തിന് ബോധ്യപ്പെട്ടാൽ, ഓ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. യേശു അന്നേരമേ ഈ വന്നവരോട് ദൂരം ചോദിക്കാതെ, വഴിയുടെ ബുദ്ധിമുട്ട് ചോദിക്കാതെ, കൊണ്ടുപോകാൻ വാഹനമുണ്ടോ, തിരിച്ചെന്നെ കൊണ്ടിവിടെ വിടുമോ, സ്തോത്രം, ഇതൊന്നും യേശു ചോദിച്ചത്. നമ്മൾ എന്തെല്ലാം ഡിമാൻഡ് കഴിഞ്ഞിട്ടാ ഒരു പ്രോഗ്രാം വെക്കുന്നത്. ഇത് ഒരു ഡിമാൻഡുമില്ല. വിളിച്ചവൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് യേശു. അന്നേരം ഇവിടെ വലിയ പ്രോഗ്രാം നടക്കുക. ഈ പ്രോഗ്രാം എല്ലാം കട്ടൗട്ട് ചെയ്തിട്ട് കർത്താവ് വന്നവൻ്റെ കൂടെ അങ്ങ് പോവുക. യേശു വരുന്നു എന്ന് ഈ വന്നവരിലൊരുത്തൻ ഓടിച്ചെന്ന് ആരോട് പറഞ്ഞു? ഈ സദാനോട് പറഞ്ഞു. സദാൻ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സദാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു നിസാര കാര്യത്തിനായിട്ട് യേശു വരുമെന്ന്. ഒരിക്കൽ പോലും ശതാധിപൻ വിചാരിച്ചില്ല, വരണമെന്നൊട്ട് ആഗ്രഹിച്ചുമില്ല. ശതാധിപൻ ആകെ ആഗ്രഹിച്ചത് ഞാൻ അധികാരമുള്ള മനുഷ്യനാണ്, പോകാൻ പറഞ്ഞാൽ പോകുന്നു, വരാൻ പറഞ്ഞാൽ വരുന്നു, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. ആ അധികാരം 100 പേരുടെ മേളിൽ എനിക്കുള്ളൂ. പക്ഷേ അഖിലാണ്ടത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ച് എന്തൊക്കെയോ ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരിക്കൽ ഇളകി മറിയുന്ന കടലിനെ നോക്കിയിട്ട് ഒറ്റ വാക്ക്, കടലേ അടങ്ങ്. അലറിയെടുക്കുന്ന ചുഴലിക്കാറ്റ് കണ്ട് പറഞ്ഞു, കാറ്റേ ശാന്തമാകും. ഒറ്റ വാക്കിൽ കടൽ അടങ്ങി, കാറ്റ് ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. റാ പോലെ വളഞ്ഞു നിന്ന അമ്മച്ചിയോട്, റാന്നിക്കാരി എന്ന് തെറ്റിദ്ധരിക്കല്ലേ, സ്തോത്രം, റാ പോലെ വളഞ്ഞു നിന്ന അമ്മച്ചിയോട് പറഞ്ഞു 100. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ നട്ടല് നേരെ 100. സ്തോത്രം. 40 വർഷം ഇങ്ങനെ വെച്ചോണ്ടാണെന്ന മനുഷ്യന്റെ കൈ കർത്താവ് പറഞ്ഞു 100 എന്ന് പറഞ്ഞപ്പോൾ കൈ 100. എല്ലാത്തിനും ഒരു വാക്ക് മതി. ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിന്റെ മൊത്തം കെട്ടഴിക്കാൻ, നിന്റെ തലമുറ മുഴുവൻ കെട്ടഴിക്കാൻ എന്റെ യേശുവിന് ഒറ്റ വാക്ക് മതി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി അവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, വർഷങ്ങളായി നിന്നെ ബന്ധിച്ച, നിന്റെ കുടുംബത്തെ ബന്ധിച്ച, നിന്റെ തലമുറയെ കെട്ടിയ സകല പോരുകൾ അഴിക്കുവാൻ എന്റെ യേശുവിന് ഒറ്റ വാക്ക് മതി. വിഷയങ്ങളുടെ പഴക്കമൊന്നും എന്റെ യേശുവിന് വിഷയമല്ല. 38 വർഷം ഒരേ കിടപ്പ് കിടക്കുന്നവനോട് പറഞ്ഞു കിടക്കരുതുണ്ട്, വീട്ടിൽ പോടാൻ പറഞ്ഞ ക്ഷണത്തിൽ അവന് ആലോചിക്കാൻ സമയമില്ല. നേരമേ ചാടി എഴുന്നേറ്റ് കിടക്കെടുത്ത് ഒറ്റ പൊക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ നിരന്തരമായി നടക്കുന്ന വലിയ വിടുതലുകൾ ഈ ശതാധിപൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യവും നാട്ടുകാർ ശ്രദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധാരണ ഇതൊന്നും അവരറിയുന്നില്ലെന്ന്. നമ്മുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, നമ്മുടെ ഇടയിൽ നടക്കുന്ന സൗഖ്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സഭയിൽ 24 വർഷം പൂർത്തീകരിക്കാൻ പോവാം. ചർച്ചകളിൽ അങ്ങനെ ഇല്ല. 3 വർഷം 4 വർഷം 5 വർഷം മാറണമെന്ന് ഞാൻ എന്തോ അങ്ങനെ ഇരുന്ന് പോയതാണ്. സ്തോത്രം. അപ്പോൾ ആ സഭയിൽ എൻ്റെ കൂടെ 8 വർഷം നിരന്തരമായി എൻ്റെ കൂടെ വാഹനം ഓടിച്ച് നടന്ന ഒരു മകനുണ്ട്. ഇപ്പോൾ അദ്ദേഹം നിലമ്പൂർ പുല്ലഞ്ചേരി സഭയുടെ ശുശ്രൂഷകനാണ്.
അദ്ദേഹം ഒരു അപ്പനും അമ്മയ്ക്ക് ഏക മകനാണ്. ഒരു മെക്കാനിക്കൽ ഡിഗ്രി എടുത്ത ആ ചെറുപ്പക്കാരൻ ഒരു ഷോറൂമിൽ മെക്കാനിക്കായിട്ട് ജോലി കൊണ്ടിരിക്കുമ്പോൾ നട്ടലിനുണ്ടായ ഭയങ്കര വേദനയാൽ അവനെ ഈ പുനലൂർ കൊണ്ടുപോയി തിരുമിച്ചു. തിരുമോടുകൂടി അവൻ്റെ രോഗം കഠിനമായി. അവനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവസാനം ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ പരിശോധിച്ചപ്പോൾ ഇവൻ്റെ ബോൺമാരൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ബോണുകളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്തു. ഒരു ബോണിലല്ല, അവൻ്റെ ദേഹത്തെ എല്ലാ ബോണുകളിലേക്കും ക്യാൻസർ സ്പ്രെഡ് ചെയ്തു. ഓപ്പറേഷൻ കൊണ്ടോ മറ്റ് ഏതെങ്കിലും ചികിത്സ കൊണ്ടോ ഹീമോ കൊണ്ടോ ഒന്നും അവനെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അതിവേദനയുള്ള ഈ ചെറുപ്പക്കാരനെ തിരിച്ച് റാന്നിയിൽ അയച്ചു. ഞങ്ങൾ അവൻ്റെ പിതാവും മാതാവുമായി സംസാരിച്ചു, അവനോട് സംസാരിച്ചു. ഞങ്ങളവനെ സഭയിലെ കുറേ സഹോദരന്മാരോട് എടുത്ത് വണ്ടിയെ കയറ്റി ഞങ്ങളുടെ ഹോളിൽ കൊണ്ടു. അപ്പം ഞങ്ങൾ 21 ദിവസം ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ 7ാമത്തെ പകൽ സഭായോഗമാണ്. സഭായോഗത്തിൽ ഒരു സങ്കീർത്തനം വായിക്കുക. സങ്കീർത്തനം വായിച്ചത് ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും എന്ന വാക്യം സങ്കീർത്തനമായതിനെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞു. ആ ഒരു വാക്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ സൈസുള്ള കുഞ്ഞുങ്ങൾ വരെ ഈ മോൻസിക്ക് വേണ്ടി ഉപവസിക്കുക. എല്ലാവരും ഉപവാസത്തിലാണ്. രണ്ടാമത് ഈ വാക്യം ഒന്നുകൂടെ എടുത്തു പറഞ്ഞപ്പോൾ ജനം അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ആ ആരാധന പാസ്റ്ററുടെ കൺട്രോളൊക്കെ വിട്ട്, കൊയറുകാരുടെ നിയന്ത്രണമൊക്കെ വിട്ട് പൂർണ്ണമായിട്ട് ആത്മാവ് അങ്ങേറ്റെടുത്തു. ഭയങ്കരമായ ആരാധന. പ്രസംഗിച്ചിട്ടൊന്നുമില്ല, സങ്കീർത്തനം വായിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഈ പായ ചുരുണ്ടുകൂടി കിടക്കുക. അന്ന് രാവിലെ ഒരു ചായ കൊടുക്കാൻ 4 പേര് താങ്ങിപ്പിടിച്ച് ആ സൈഡിലോട്ട് ഇങ്ങനെ ചാരി ഇരുത്തിയ ചായ കുടിപ്പിച്ച് അതിവേദനയാണ്. അങ്ങനെ കിടക്കുന്ന അവൻ ഈ ആരാധന അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ എല്ലാവരും ശക്തമായി പരിശോധന നിറഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ഹീമോ അവന് നടക്കുക. ഹല്ലേലൂയ. അവൻ പതുക്കെ തന്നെ എഴുന്നേറ്റു. ജനം കണ്ണു തുറക്കുമ്പോൾ സ്റ്റേജിൽ എൻ്റെ ഒപ്പം അവൻ നിൽക്കുക. ആരും പിടിച്ചില്ല, ആരും എഴുന്നേൽപ്പിച്ചില്ല. ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി നീ അറിയണം. നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്റെ കൂടാരത്തിലോ ഹോസ്പിറ്റലിലോ ശത്രു ബന്ധിച്ചോ നിന്നെ ഒരു നിമിഷം കൊണ്ട് വിടുവിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റു, സ്റ്റേജിൽ വന്നു. ഞാൻ മൈക്ക് അവൻ്റെ കൊടുത്തു. എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ മരിക്കത്തില്ല. അപ്പോൾ നാട്ടിൽ ചെറിയ സംസാരങ്ങളും പ്രശ്നങ്ങളും ആയി തുടങ്ങി. ഏതെങ്കിലും നല്ല RCCയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതിന് പകരം ഈ കള്ളന്മാരെല്ലാം കൂടെ ഞങ്ങൾക്ക് നാട്ടിൽ വിളിക്കുന്ന പേരങ്ങനെയാണ്. ഞാനാണ് ഒരു മനുഷ്യൻ്റെ പറമ്പിലെ പ്ലാവല പോലും ഇന്നേരം എടുത്തിട്ടില്ല. എനിക്ക് റോസാപ്പൂവൊക്കെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും ആരുടെയും പറമ്പിൽ ഒരു പൂ പോലും ഞാൻ ഞുള്ളിയിട്ടില്ല. പക്ഷേ ഞങ്ങളെ വിളിക്കുന്നത് കള്ളന്മാരെന്ന സ്വതന്ത്രം. അപ്പോൾ പറഞ്ഞ് ഈ കള്ളന്മാരെല്ലാം കൂടി ഉപവാസിരുന്ന് ആ കൊച്ചിനെ കൊല്ലാൻ പോവാം, ആകെപ്പാടെ ഒരു ചെറുക്കനെ ഉള്ളൂ, അവനെ ഇവന്മാർ കൊല്ലാൻ പോവാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് പകലിവനെ ആരും കൈവെക്കാതെ യേശു സൗഖ്യമാക്കി. മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ മോൻസി ചാകുന്നതിന് മുമ്പേ ചർച്ചിൽ ചെന്നാണെങ്കിലും ഒന്നുകൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അവിടെയുള്ള മർത്തോമായിലെ ഒരു അമ്മച്ചി 11 മണിക്ക് അവരുടെ ആരാധന തീർന്നുവെച്ച് വരുന്ന വഴിക്ക് എന്നാൽ പിന്നെ മോൻസിയെ കൂടെ ഒന്ന് കണ്ടിട്ടങ്ങ് പാവെന്ന് വിചാരിച്ച് ഹോളിൽ കയറുമ്പോൾ മോൻസി സ്റ്റേജിൽ സാക്ഷി തുടങ്ങി. സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യപരിപാടി ഞാൻ പറയാൻ പോവാ. അപ്പം അങ്ങനെ ചാകാൻ കിടക്കുന്നവനെ കാണാൻ വന്ന അമ്മച്ചി അവിടെ വെച്ച് അങ്ങ് രക്ഷിക്കപ്പെട്ടു. ഈ രാത്രിയിൽ മുൻവിധിയോടെ നിൽക്കുന്നവന്റെ മുമ്പിൽ അത്ഭുതങ്ങളുമായി ഇറങ്ങി വരുന്ന ഒരു മഹാദൈവമുണ്ട്. അവന്റെ പേര് യേശുവെന്നാണ്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. സകലരും അസാധ്യമെന്ന് പറയുന്നിടത്ത് ഇറങ്ങി വന്ന് വെളിപ്പെട്ട് വിടുവിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേ,
ഈ മാന്യനായ മനുഷ്യൻ യേശു തൻ്റെ വീട്ടിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ തൻ്റെ പദവിയുള്ള സിംഹാസനം കമാൻഡർ ഇരിക്കുന്ന കസാറിൽ എഴുന്നേറ്റു. സ്വതന്ത്രം, സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഒറ്റ ഓട്ടം യേശുവിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. അപ്പൊ തന്നെക്കാട്ടി വേഗത ഓടുന്ന രണ്ട് സ്നേഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ചെല്ല്, വഴിയിൽ അവനെ തടയണം. അവൻ ഒരിക്കലും എന്റെ വീട്ടിൽ വരെ ബന്ധപ്പെട്ട് വരരുത്. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അവന്റെ അടുക്ക ചെല്ലാനും ഞാൻ യോഗ്യനല്ല. രണ്ട് സ്നേഹിതന്മാരെ മുമ്പിൽ ഓടിച്ചു. അവർ ഓടി വന്ന് പറഞ്ഞു, യേശുവേ, അങ്ങേ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അവിടെ വരെ വരണ്ട, അങ്ങൊരു വാക്കു പറഞ്ഞാൽ മതി, പ്രൈസ് ദി ലോർഡ്, എന്റെ ദാസന് സൗഖ്യമാകും. യേശു പിൻഗമിക്കുന്നവരെ നോക്കി ഈ വിജാതീയനായ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇതിന് പിൻഗമിക്കുന്നവരോട് പറയുകയാണ്, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തിയ ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അത്ഭുത മന്ത്രിയായ വീരനാന്തയുമായ നിത്യപിതാവായ സമാധാന പ്രഭുവായ യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിജാതീയനായ മനുഷ്യന്റെ വിശ്വാസം യേശുവിനെ വളരെ ആശ്ചര്യപ്പെടുത്തി. ഇന്ന് രാത്രി സ്നേഹിത, നീ ആരുമായിക്കൊള്ളട്ടെ, നീ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ജാതി അവനറിയണ്ട, നിന്റെ മതം അവനറിയണ്ട, നീ സഞ്ചരിക്കുന്ന പാത അവനറിയണ്ട, നിന്റെ വിഷയത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒറ്റ വാക്കിൽ വിടുവിക്കാൻ കഴിവുള്ള ഒരുവനത്രേ നസറേനായ യേശു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൊച്ചുമോനൊക്കെ പാടും, ഒരു വാക്കു മതി, എനിക്ക് അത് മതിയേ വിടുതൽ പ്രാപിപ്പാൻ. പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദാസന്റെ രോഗം മാറാൻ ഒരു വാക്ക് മതി. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്ക് വരാൻ ന്യായപ്രമാണം അനുവദിക്കാത്തത് കൊണ്ട് അങ്ങ് പാളയത്തിന് പുറത്തു നിന്നുകൊണ്ട് പാളയത്തിനകത്ത് നിൽക്കുന്ന യേശുവിനെ നോക്കി, യേശു എന്ന് വിളിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് യേശു എന്നാ പറഞ്ഞ്, യേശു നായക, ഞങ്ങളോട് കനിവുണ്ടായി മനസ്സറിയണം. അങ്ങ് ദൂരെ നിൽക്കുന്ന യേശു പറഞ്ഞു, പൊക്കോ, പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്ക്. അവർ തിരിച്ചുപോയി. പോന്ന പോക്കി 10 പേരും സൗഖ്യമായി. ഇങ്ങോട്ട് വന്നപ്പോൾ കൈ മുറിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക, വിരൽ 5ഉമില്ല, മൂക്ക് പകുതിയില്ല, ചെവി മുഴുവനില്ല, കാലിന്റെ പത്തി പകുതിയില്ല. ഇങ്ങനെ അംഗവൈകല്യം മുറിഞ്ഞു ചലമൊഴിയുന്ന കുഷ്ഠരോഗികൾ, മനുഷ്യരടുക്കൽ അടുക്കാൻ കഴിയാത്ത അറപ്പുള്ള വെറുപ്പുള്ള രോഗികൾ അങ്ങ് അകലെ നിൽക്കുമ്പോൾ യേശു ഒറ്റ വാക്ക്, പൊയ്ക്കോ, പുരോഹിതന്മാർക്ക് പോയി നിങ്ങളെ കാണിക്ക് എന്ന് പറഞ്ഞ മാത്രയിൽ അവർ 10 പേര് സൗഖ്യമായെങ്കിൽ, സ്നേഹിത, നിന്റെ വിഷയം ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. അവന്റെ കുഷ്ഠം മാറിയെന്ന് മാത്രമല്ല, അവന്റെ മുറിഞ്ഞു പോയ വിരൽ 5ഉം അതുപോലെ ഉണ്ടായി, അവന്റെ അടന്നുപോയ ചെവി അതുപോലെ ഉണ്ടായി. ഇന്ന് രാത്രി കുഷ്ഠത്തിന് അംഗവൈകല്യം വരുത്താൻ കഴിയും, പക്ഷെ അവന്റെ ശബ്ദത്തിന് തിരിച്ചു തരാൻ കഴിയും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ഛേദങ്ങൾ വരുത്തിയ ചിലത്, നിന്റെ തലമുറയിൽ ചിലത് ഛേദം വരുത്തിയ ചില പോരുകളെ ഇന്ന് രാത്രി ഒറ്റ വാക്കിൽ മടക്കിത്തരാൻ കഴിവുള്ള കരുത്തുള്ള ഒരുവനുണ്ട്. അവന്റെ പേരത്രേ യേശുവെന്ന്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. ഈ രാത്രി വിശ്വസിച്ച് ആരാധിച്ചാൽ എത്ര ഗൗരവമേറിയ വിഷയമായാലും ഹല്ലേലൂയ. പ്രിയരെ, ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാൻസർ പ്രാർത്ഥിച്ച് മാറിയാൽ കുറച്ച് കഴിയുമ്പോൾ ട്യൂമർ ഉണ്ടാവും. ട്യൂമർ പ്രാർത്ഥിച്ച് മാറിയാൽ ബ്രെയിൻ അറ്റാക്ക് ഉണ്ടാകും.
ബ്രെയിൻ അറ്റാക്ക് പ്രാർത്ഥിച്ച് മാറിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ഹാർട്ട് അറ്റാക്ക് പ്രാർത്ഥിച്ച് മാറിയാൽ കിഡ്നി ട്രബിൾ ഉണ്ടാകും. കിഡ്നി ട്രബിൾ പ്രാർത്ഥിച്ച് മാറിയാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. സ്റ്റോണ് പ്രാർത്ഥിച്ച് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞാൽ നിന്റെ ലിവറിന് വീക്കം ഉണ്ടാകും. ലിവർ വീക്കം പ്രാർത്ഥിച്ച് മാറിയാൽ COVID-19 ഉണ്ടാകും. കോവിഡ് മാറിയാൽ വൈറൽ ഫീവർ ഉണ്ടാകും. വൈറൽ ഫീവർ മാറിയാൽ പനിയും പിന്നെ ന്യൂമോണിയ ഉണ്ടാകും. നിങ്ങൾ ഗൗരവത്തിരിക്കാതെ എനിക്ക് മനസ്സിലായി. സ്തോത്രം. നീ ഈ മൺകൂടാരത്തിൽ വസിക്കും കാലം ഒന്ന് മാറിയാൽ മറ്റൊന്ന് വരും. പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനം പോലെ നിന്റെ ഈ മൺകൂടാരത്തിൽ നാളുകളിൽ പിന്നെ ഈ രോഗമുണ്ടാകും. ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ സോക്കേടെല്ലാം മാറാൻ. ക്യാൻസർ മാറാൻ ഒരു വാക്ക്, ട്യൂമർ മാറാൻ ഒരു വാക്ക്, ലുക്കേമിയ മാറാൻ ഒരു വാക്ക്, കിഡ്നി ട്രബിൾ മാറാൻ ഒരു വാക്ക്, അല്ല ലിവർ വീക്കം മാറാൻ ഒരു വാക്ക്, ലിവർ സിറോസിസ് മാറാൻ ഒരു വാക്ക്. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി അല്ല ഈ രോഗം മാറാൻ ഒരു വാക്ക് മതി. പക്ഷെ യേശു വന്നത് നിന്റെ ഈ ജഡത്തിന്റെ രോഗം മാറ്റാൻ മാത്രമല്ല. യേശു വന്നത് ഒരു വാക്കുകൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒന്നുണ്ട്. ആ മാരക രോഗത്തിന്റെ പേരത്രേ പാപമെന്ന്. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി കൺവെൻഷൻ വെച്ചത് ആരുടെയും പനിയോ ചൊറിയോ പ്രാർത്ഥിച്ചു മാറ്റാനല്ല, അതിനപ്പുറത്ത് മാരകമായി നിന്നെ അലട്ടുന്ന പാപമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ധന്യനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ ഓർപ്പിക്കുകയുണ്ടായി. ഒന്ന് വായിച്ചാട്ട്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് നിങ്ങൾ ആ വാക്യം കേൾക്കണം. രോഗികളെ സൗഖ്യമാക്കാൻ വന്നെന്നല്ല. വിശക്കുന്നവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റാൻ ക്രിസ്തുവേശു വന്നെന്നല്ല. വിശന്നപ്പോ കൊടുത്തെന്നുള്ള സത്യം ഇന്ന് രാത്രിയും കൊടുക്കും. ഹലോ, രോഗിയുണ്ട് ഈ രാത്രി സൗഖ്യമായിട്ട് ഈ പന്തല് വിടത്തുള്ളൂ. പക്ഷെ യേശു വന്നത്, പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും ഭാരതീയനും അമേരിക്കക്കാരനും കാനഡക്കാരനും ഓസ്ട്രേലിയക്കാരനും പാകിസ്ഥാൻകാരനും ബംഗ്ലാദേശുകാരനും ഉസ്ബെക്കിസ്ഥാൻകാരനും അഫ്ഗാനിസ്ഥാൻകാരനും ഉലകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കാൻ യോഗ്യമായ ഒരു വചനമുണ്ടെങ്കിൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ഇരത് ദൈവത്തെ സ്തുതിച്ച് യേശു വന്നത് പാപികളെ രക്ഷിക്കാനാ. പൗലോസ് പറയാണ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അടുത്ത വാക്യം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമുക്ക് പലതിനും 1-ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും നമുക്കെല്ലാം 1-ാം സ്ഥാനം കിട്ടിയ ഒന്നുണ്ട്. അതാ പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. ഇത് പറയുന്ന മനുഷ്യൻ ആരാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജാതിക്കാരൻ. അതിലെ ഏറ്റവും ശക്തമായ ഈ ചെന്നായെ പോലെ കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവമുള്ള ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിന്റെ പേര് ബെന്യാമീൻ ഗോത്രമാ. ഇസ്രായേൽ ജാതിയിലെ കടിച്ചു കീറുന്ന ചെന്നായുടെ ഗോത്രമായ ബെന്യാമീൻ ഗോത്രക്കാരൻ യഹൂദന്റെ ഇടയിലെ ന്യായപ്രമാണം തലനാരിഴ കീറി ആഴ്ചയെ 3 ദിവസം ഉപവസിക്കുന്ന, ലഭിക്കുന്നതിനെല്ലാം കൃത്യമായ പ്രസാരം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടൊന്നുമല്ല. 10 ജീരകം വീട്ടിലുണ്ടായാൽ അവൻ എണ്ണും. 9 ജീരകം മാറ്റിവെക്കും, 1 ജീരകം ഇങ്ങോട്ട് വെക്കും. 10 ചതകുപ്പി എടുത്താൽ 9 ഇവിടെ വെക്കും, 1 ഇങ്ങോട്ട് വെക്കും. ഹലോ, ചതകുപ്പയ്ക്കും ജീരകത്തിനും തൊട്ട് ദൈവം കൊടുക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് പരീശന്മാരാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് TV കാണത്തില്ല. അവൻ റോഡിലാണെങ്കിലും, അവൻ മാർക്കറ്റിലാണെങ്കിലും, അവൻ വഴിയോരത്താണെങ്കിലും പ്രാർത്ഥനാ സമയം അവൻ കൃത്യമായി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാധന മുടക്കത്തില്ല.
ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ ബഹുമാനനായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിയും പഠിച്ചത് അവിടെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് ഇതൊക്കെ കേട്ട്. ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം പഠിക്കുന്നത് അവിടെ. അവർ സ്വതന്ത്രം പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്തു പറഞ്ഞ പോലെ അന്ന് അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ 165 മൈൽ റെയിൽവേ പാളം സ്വന്തം പറമ്പിൽ കൂടെ പോകുന്നതിനെ കൊണ്ടൊക്കെ ഒക്കത്തുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനെപ്പോലെ പ്രാധാന്യം അർഹിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച മനുഷ്യൻ, ഗമാലിയലിന്റെ പാദപ്പെടുന്ന ന്യായപ്രമാണൻ തലനാരിഴ കീറി പഠിച്ച മനുഷ്യൻ, കൃത്യം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഗ്യതകളുടെ നീണ്ട പട്ടികയുള്ള മനുഷ്യൻ, പള്ളിയിൽ നിന്ന് യഹൂദ മതത്തിനെതിരെ ഏതെങ്കിലും ഉപദേശം പ്രചരിപ്പിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അധികാരപത്രം കയ്യിലുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുകയാണ്, ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നിട്ടും ഇന്ന് രാത്രി സ്തോത്രം പറയേണ്ടത് ഞങ്ങളുടെ കൊച്ചുമോൻ സ്തോത്രം പറയാൻ പറയുമ്പോഴല്ല, PC ചെറിയാൻ പറയുമ്പോഴല്ല, സ്തോത്രമാണ്. എന്നിട്ടും ഹലോ, ഞാൻ ആ പാപികൾ ഒന്നാമനായിരുന്നു. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും പാപികൾ ഒന്നാമനായി എനിക്ക് കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ നിന്നോടുള്ള വലിയ പാപത്തെ ക്ഷമിച്ചിട്ട് നിന്നോട് കരുണ തോന്നിയതാണ് ഈ രാത്രി ദൈവത്തെ ആരാധിക്കാൻ ശ്രേഷ്ഠമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാ. ഒരു വാക്കുകൊണ്ട് പാപം ക്ഷമിക്കാമായിരുന്നുവെങ്കിൽ യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതുപോലൊരു ബോക്സിനകത്ത് യേശു കയറി ഇപ്പുറത്തിരിക്കുക, അപ്പുറത്ത് PC ചെറിയാൻ നിൽക്കുക. ഞാൻ ഈ ബോക്സിനകത്തിരിക്കുന്ന യേശുവിനോട് പറഞ്ഞു, ഞാൻ പാപിയാണ്. ഉടനെ യേശു ബോക്സിൽ കൂടെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പാപമില്ലാത്തവൻ കൂടിനകത്തും പാപമുള്ളവൻ വെളിയിൽ നിന്നിട്ട് ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ അകത്ത് നിൽക്കും. വാക്കുകൊണ്ട് ക്ഷമിക്കാൻ ഒക്കുന്നതല്ല പാപം. പാപം ക്ഷമിക്കണമെങ്കിൽ പാപിയായ മനുഷ്യന്റെ ഇടയിൽ പാപമില്ലാത്ത ഒരുത്തൻ വരണമായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരപ്പന്റെ ഇഷ്ടത്താൽ അമ്മയുടെ ഇഷ്ടത്താൽ ജനിക്കപ്പെട്ട സകല മനുഷ്യരും ആദാമ്യ പാപത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എന്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടത് പാപത്തിലാണ്. പാപിയായി ഉദരത്തിൽ പിറന്നവൻ, പാപിയായി ലോകത്തിൽ പിറന്നവൻ, പാപിയായി ജീവിക്കുന്നവൻ, പാപത്തിന് പരിഹാരം വരുത്താൻ ഒരു വാക്കുപോരാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയരെ, അതിനെന്ത് ചെയ്യണം? ആദാമ്യ വർഗത്തിൽ പെടാത്ത ഒരുത്തൻ ഇവിടെ ജനിക്കണം. സ്തോത്രം. പാപമുള്ള രക്തമുള്ള ആദാമ്യ വർഗത്തിന്റെ പാരമ്പര്യമില്ലാത്ത ഒരുത്തൻ പാപം ചെയ്ത് ദൈവ തേജസ് മാറിപ്പോയപ്പോൾ ദൈവം പറഞ്ഞു, ഈ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ സന്തതി ജനിക്കും. സ്തോത്രം പറയണം. നമ്മളൊക്കെ എന്തേലും അപകടം പറ്റി അനർത്ഥം വരുമ്പോൾ ഹോസ്പിറ്റലുകാർ DNA എടുക്കുന്നത് ആണുങ്ങളുടെയാണ്. ഇതേത് വ്യക്തിയുടെയാണെന്നറിയാൻ, സ്ത്രീകളുടെ അല്ല. സ്തോത്രം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു പുരുഷബന്ധമില്ലാതെ. അതാ മറിയയുടെ ചോദ്യം. ദൂതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെങ്ങനെ നടക്കും?
ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. സ്വർഗത്തിന്റെ മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ജനിക്കുന്ന പ്രജ, വാക്ക് നിങ്ങൾ പറ, വിശുദ്ധ പ്രജയായിരിക്കും. ഈ ഉലകത്തിൽ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ. സ്വോത്രം പറയണം. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ പറയുകയാണ്, ഒരുത്തൻ ജനിക്കും, അവൻ വിശുദ്ധ പ്രജയായിരിക്കും. പാപത്തിന്റെ അശുദ്ധിയുള്ള മനുഷ്യനെ, അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കാൻ ഈ ലോകത്തിൽ ഒരു വിശുദ്ധ പ്രജ ലഭിക്കും. മറിയ ചോദിച്ച്, ഞാൻ അവൻ എന്തോ പേരിടും? അവൻ സർവജനത്തിന്റെയും പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ളവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണം. സ്വത്രം പറയണം. യേശു ഉലകത്തിൽ വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് തട്ടുകട ആരംഭിക്കാനല്ല. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ആ സീസൺ ആയതുകൊണ്ട് തട്ടുകട ആരംഭിക്കാനും 12 ശിഷ്യന്മാരെ ഓരോ കൊട്ട അപ്പമേപ്പിച്ച് അപ്പക്കച്ചവടം ചെയ്യാനുമല്ല ഇവിടെ വന്നത്, പാപിയെ രക്ഷിക്കാനാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി യോഗത്തിന്റെ പിൻപിലും ദൈവത്തിന്റെ പദ്ധതി, ചില പാപികൾ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ, തേജസ്സിന്റെ പ്രഭയായിരുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അഖിലാണ്ടത്തെ ഒരു വാക്കിനാൽ ഉളവാക്കിയവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ ഒരുവനെ പോലെ ഈ ലോകത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കൂടെ പിറന്ന് വിശന്നിട്ട് ഒരു അത്തിമരത്തിന്റെ കീഴെ പോയി ഇലകൾ മറിച്ച് നോക്കുക, ഒരു കായുണ്ടെങ്കിൽ പറിച്ചു നിന്ന് വിശപ്പൊന്നടക്കാൻ. കിടക്കാൻ സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് പടകെ കയറിയ പാടെ അമരത്ത് തലവെച്ച് ഒന്ന് മയങ്ങാൻ കൊതിച്ചവൻ, ദാഹം കൊണ്ട് 90 മൈൽ നടന്നൊരു കിണറിന്റെ കരയിൽ ചെന്ന് ആരെങ്കിലും തൊട്ടിയും കയറുമായിട്ട് വരുന്നത് വരെ വെള്ളത്തിന് കാത്തു നിന്നവൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഞ്ചരിക്കാൻ സ്വന്തമായി വാഹനമില്ലാത്തവൻ, ധരിക്കാൻ സ്വന്തമായി വസ്ത്രമില്ലാത്തവൻ, പിറക്കുവാൻ ഭൂമിയിൽ ഇടമില്ലാത്തവൻ, കരം കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്തവൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി കരയുന്നവരോടുകൂടെ കരയുന്നവൻ, മനസ്സലിവുള്ളവൻ ഈ രാത്രി യേശു ഒരുവൻ മാത്രമാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. നീ ഏതെല്ലാം സാഹചര്യങ്ങൾ അറിയുന്നോ അതെല്ലാം അറിഞ്ഞുലകത്ത് ജീവിച്ച ഒരുത്തരുണ്ടെങ്കിൽ അവന്റെ പേര് യേശുവെന്ന്. ആ യേശു നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം മാത്രം ഒന്ന് വേഗം വായിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യേശു ഈ ലോകത്തിൽ വന്നത് 2 നാഴികൾക്കിടയിലാണ്. തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അമ്മ മറിയ ചെന്ന് പറഞ്ഞു, യേശുവേ, ഈ വീട്ടിലെ വീഞ്ഞിന് പോരായ്മയുണ്ട്. യേശു പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ അതേ യേശു പറയാണ്, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗദസമനയിലേക്ക് കർത്താവ് നടന്നെടുക്കുകയാണ്. ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ തൻ്റെ ഉള്ളം കലങ്ങിയെന്നാണ് സുവിശേഷൻ എഴുതിയേക്കുന്നത്. തൻ്റെ ഉള്ളം കലങ്ങാൻ കാരണം ഈ ഉലകത്തിൽ പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവ്. കർത്താവ് ധൈര്യത്തോടെ ഈ ലോകത്തെ വെല്ലുവിളിച്ചു, നിങ്ങൾ ആർക്ക് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്താം? പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത യേശുവിന്റെ മേൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം തെറ്റിദ്ധരിക്കപ്പെടല്ലേ. ഇന്ന് ഏതാണ്ട് 800 കോടി ജനം ജീവിച്ചിരിപ്പുണ്ട്.
ഇന്നലകളിൽ ഒരു 800 കോടി ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഇന്നലകളിൽ ചത്തൊടുങ്ങിയ 800 കോടിക്കും ഇന്നുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 800 കോടിക്കും ഇനിയും വരാൻ താമസിച്ചാൽ അതുവരെ ജനിക്കുന്ന കോടികൾക്കും ഒരുപോലെയുള്ള പാപത്തിന്റെ പരിഹാരത്തിന് പാപമില്ലാത്ത ഏക പരിശുദ്ധനായ യേശുവിൻ്റെ മേൽ സ്വർഗം ആ പാപമെല്ലാം ചുമത്തി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിനക്ക് നീതീകരണം ലഭിക്കേണ്ടതിന്, നിനക്ക് പാപക്ഷമ ലഭിക്കേണ്ടതിന്, നിനക്ക് അടഞ്ഞുപോയ പരദീസം അടക്കി കിട്ടേണ്ടതിന്, മരണത്തിന് അടിമപ്പെട്ട നിനക്ക് നിത്യജീവൻ കിട്ടേണ്ടതിന് ജീവന്റെ ദാതാവായ എൻ്റെ യേശു അവന്റെ മേൽ പാപം മുഴുവൻ ചുമത്തപ്പെട്ടു. ഏറ്റെടുക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ രക്ഷയ്ക്കു വേണ്ടി പാപമില്ലാത്ത പരിശുദ്ധനായ യേശുവിന്റെ മേൽ മാനവജാതിയുടെ പാപം മുഴുവൻ ചുമത്തി. ഏദനിൽ വെളിപ്പെട്ട പാപവും ശാപവും രോഗവും ഒരുപോലെ യേശുവിന്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ ഗാഗുൽത്തായിൽ നിന്നും ഗബതയിൽ നിന്നും ദൂരമുള്ള ഗദസമന തോട്ടത്തിന്റെ നെറുകയിൽ ഗദസമന എന്ന സ്ഥലത്ത്, ഒലിവുമലയുടെ നെറുകയിലെ ഗദസമന എന്ന സ്ഥലത്ത് ഏകനായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പാപവും ശാപവും രോഗവും ചുമത്തപ്പെട്ട പാപമില്ലാത്ത പരിശുദ്ധന്റെ അകത്ത് രക്തധമനികൾ വരിഞ്ഞു മുറുകി. അവന്റെ അകത്തെ രക്തധമനികൾ ഓരോന്നായി പൊട്ടി. തന്റെ രോമകൂപങ്ങളിൽ കൂടെ വലിയ രക്തത്തുള്ളികൾ ഗദസമന തോട്ടത്തിലേക്ക് ഒഴുകിയിറങ്ങി. ഒന്നാമതായി, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മനുഷ്യന്റെ പാപത്തിന് വിമോചനമില്ല എന്ന സ്വർഗീയ തീരുമാനം നിവർത്തിക്കുവാൻ ഗദസമനയിൽ പരിശുദ്ധന്റെ രക്തം വീണു. ആ രാത്രിയിൽ യൂദയുടെ ചുംബനത്താൽ ബന്ധിക്കപ്പെടുന്ന യേശുവിനെ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് രാത്രി കോടതി കൂടാനോ വിസ്തരിക്കാനോ നിയമമില്ലാതിരിക്കെ യാതൊരു തെറ്റും ചെയ്യാത്തവന് വേണ്ടി അടിയന്തരമായി രാത്രിയിൽ കോടതികൾ കൂടുന്നു. മതകോടതിയായ ഖന്നാവിന്റെ കോടതി, മതകോടതിയായ കയ്യപ്പാവിന്റെ കോടതി, മതകോടതിയായ ന്യായാധിപ സംഘത്തിന്റെ കോടതി, 3 കോടതികളിൽ രാത്രി കയറിയിറങ്ങി. നീതി കിട്ടാത്തവനെ പീലാത്തോസ് എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയ കോടതി കൊണ്ടുപോയി. പീലാത്തോസ് ജനത്തിന്റെ ആരാവാരം പേടിച്ചവനെ ഹേരോദാവിന്റെ അടുക്കൽ, ഗലീലക്കാരൻ എന്നറിഞ്ഞിട്ട് ആ രാജ ചുമലുള്ള ഹേരോദാവിന്റെ അടുക്കൽ അയച്ചു. ഹേരോദാവ് ആ രാത്രി വിസ്തരിച്ചിട്ട് ഈ നീതിമാനൊരു കുറ്റവും വരുമ്പോൾ തിരിച്ചു പീലാത്തോസിന്റെ അടുക്കൽ അയച്ചു. വീണ്ടും പീലാത്തോസ് 2 മാറി മാറി വിസ്തരിച്ചു. 6 കോടതിയിൽ ഒറ്റ രാത്രിയിൽ 7 പ്രാവശ്യം പരിശുദ്ധനായ യേശുവിനെ മാറി മാറി വിസ്തരിച്ചപ്പോൾ വിധികർത്താക്കൾ ഒന്നിച്ചു പറഞ്ഞു, ഈ നീതിമാനിൽ യാതൊരു കുറ്റവുമില്ല. പീലാത്തോസിന്റെ ഭാര്യ അകത്തുനിന്ന് കത്തുകൊടുത്തു വിട്ട്, പീലാത്തോസേ, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും അവന് നീതി ലഭിച്ചില്ല. ജനത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ അടുത്ത ഇലക്ഷനിൽ വോട്ട് കിട്ടി, ഭൂരിപക്ഷം കിട്ടി, സീറ്റ് ഉറപ്പിക്കാൻ തെറ്റ് ചെയ്യാത്തവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിട്ട് കൈ കഴുകി രക്ഷപ്പെടാൻ നോക്കി. സ്തോത്രം. കൈ കഴുകി കുപ്രസിദ്ധി ആർജിച്ചവൻ കൈ കഴുകി വെള്ളത്തിലോട്ട് വീണ് ചത്തു. എന്നാൽ കാല് കഴുകി മാതൃക കാണിച്ചവൻ ഇന്ന് രാത്രിയിലും ജീവിച്ചിരിക്കുകയാ. സ്തോത്രം. എല്ലാവരും പറയണം, കുപ്രസിദ്ധിക്കായി കൈ കഴുകിയവൻ വെള്ളത്തിൽ വീണ് മരിച്ചപ്പോൾ അതിന് ഒരു പ്രസിദ്ധി ആകർഷിക്കാതെ സാധുക്കളുടെ കാല് കഴുകിയവൻ ഇന്ന് രാത്രി ജീവിച്ചിരിക്കുകയാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമേ. യേശുവിനെ പീലാത്തോസ് ജനത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു. പടയാളികൾ അവനെ കൊണ്ടുപോയി. കൂർത്ത മുള്ളുള്ള മെടഞ്ഞു വെച്ച മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ച് 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 ആ കിരീടം തലയിൽ ഉറപ്പിച്ചു. ഇനി ക്രൂശുമായി എത്ര വീണാലും ഈ മുൾക്കിരീടം ഇളകിപ്പോകല്ലേ.
അതിന് തലയിൽ വെച്ച മുൾക്കിരീടം കോലുകൊണ്ട് അടിച്ചുറപ്പിക്കുമ്പോൾ കൂർത്ത പുല്ലുകൾ തലയോട്ടിക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടാമത് രക്തമൊഴുകി. പ്രൈസ് ദി ലോർഡ്. ആയിരങ്ങളിൽ സുന്ദരനായ, പതിനായിരങ്ങളിൽ സുന്ദരനായ, വെണ്മയും ചുമപ്പുമുള്ള, അവനൊപ്പം പറയാൻ ഒരാളില്ലാത്ത യേശുവിന്റെ തേജസ്സുള്ള മുഖത്തെ രോമകൂപങ്ങൾ അവർ കൂട്ടമായി പിഴുതുപറിച്ചപ്പോൾ ആ ദേഹത്തുനിന്ന് മൂന്നാമത് രക്തമൊഴുകി. പീലാത്തോസിന്റെ ശിക്ഷാസ്ഥലമായ അകത്തെ കൽത്തളത്തിൽ കൊണ്ടുപോയി കല്ലിൽ വെട്ടിയിറക്കിയ റൂമിനകത്ത് കൽത്തൂണിന്മേൽ കൊലക്കളത്തിൽ കൊണ്ടുപോകുന്ന ഒരു ആട്ടിൻകുട്ടിയെ കെട്ടിയിടുന്നത് പോലെ അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ഒരു രക്താംബരം ധരിപ്പിച്ച് അവനെ ആ തൂണോട് ചേർത്ത് കെട്ടിയിട്ട് മുള്ളും അസ്ഥികളും ചൂണ്ടകളും കോർത്തു പിന്നിയ ചാട്ടവാറ് പിന്നാകിരിയാകുന്ന ലായിനിക്കകത്ത് മുക്കിപ്പൊക്കി ആ കഴുത്തു മുതൽ പൃഷ്ഠഭാഗം വരെ പടയാളികൾ ചാട്ടവാറിന് അടിച്ച് ഉടച്ച് ഉടമ്പുചാല് പോലെ കീറിയപ്പോൾ ആ ദേഹത്തുനിന്ന് നാലാമത് രക്തമൊഴുകി. നിന്റെ പാപം ഒരു വാക്കു പറഞ്ഞ് സൗഖ്യമാക്കുന്നതല്ല കേട്ടോ. കാൻസർ മാറാൻ ഒരു വാക്ക് മതി. വാക്ക് പറയേണ്ട സങ്കീർത്തനം വായിച്ചാൽ മതി. ഹലോ, സങ്കീർത്തനം വായിച്ചാൽ കാൻസർ സൗഖ്യമാകും. പക്ഷെ പാപം അതുകൊണ്ട് മാറത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പാപം മാറണമെങ്കിൽ ഈ പരിശുദ്ധന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ കൽത്തളത്തിലെ ശിക്ഷ കഴിഞ്ഞിട്ട് യേശുവിന്റെ തോളിൽ ഒരു പച്ച പൈൻമര കുരിശ് വെച്ച് കൊടുത്തിട്ട് പീലാത്തോസിന്റെ അകത്തെ കൽത്തളമായ ഗബത മുതൽ ഗാഗുൽത്ത വരെയും വീണ്ടും എഴുന്നേറ്റും പോകുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് വഴി നെടുകെ അഞ്ചാമത് രക്തമൊഴുകി. അല്ലെ, മുൻപോട്ടുള്ള യാത്ര വളരെ ദുസ്സഹമായി. കൂടെ ചാട്ടവാറിന് പ്രഹരിക്കുകയാണ്. ക്രൂശുമായിട്ട് അവൻ വീഴുന്നു, എഴുന്നേൽക്കുന്നു. പക്ഷേ അല്ലിയ അടുത്ത പ്രഭാതം ശബത്താണ്. ശബത്തിന് മുമ്പേ ക്രൂശീകരണം നടക്കണം. ശബത്തിന് മുമ്പേ ഗാഗുൽത്തായി ചെല്ലണം. ശബത്തിന് മുമ്പേ മരിച്ചവനെ അടക്കിയിരിക്കണം. ശവം ക്രൂശിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ക്രൂശിക്കാൻ പോകുന്നവര് തിരക്ക് കൂട്ടുകയാ. പക്ഷെ മുൻപോട്ട് യാത്ര പോകുന്നില്ല. പിന്നെയും കൂടെ വീഴുന്നു. വഴി നെടുകെ രക്തമൊഴുകുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ വയലിൽ നിന്ന് കയറി വരുന്നു. ശിമയോൻ എന്നാണ് അവന്റെ പേര്. അവന്റെ കൂശ്യനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ശിമിയോൻ ഇങ്ങനെ ഈ അപ്രതീക്ഷിതമായ 3 പേരെ ക്രൂശിക്കാൻ കൊണ്ടുവന്ന കാഴ്ചയൊക്കെ കണ്ട് ഒരു സൈഡിൽ മാറി നിൽക്കുമ്പോൾ ഈ പോകുന്ന ക്രൂശ് മുൻപിൽ എത്തിക്കാൻ വേണ്ടി ഈ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, എടുക്കടാ ക്രൂശ്. അവൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ല. ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ, ഇത് തൊടുന്നവൻ ശപിക്കപ്പെടും, ഞാൻ എടുക്കത്തില്ല. അവൻ അറച്ചറച്ച് പുറകോട്ട് മാറി ആൾക്കൂട്ടത്തിൽ മറയാൻ നോക്കി. പക്ഷേ പടയാളിയുടെ രൂക്ഷമായ രക്തദാഹിയായ കണ്ണുകൾ ചുമന്നു തുടിച്ചു. ചാട്ടവാർ ചുഴറ്റി വീശിയപ്പോൾ ഭയം കൊണ്ട് നിർബന്ധത്താൽ അവൻ ആ ക്രൂശിന്റെ അറ്റം പിടിച്ചു. പ്രിയരെ, 100-200 കിലോ ചുമ്മാ ചുമക്കാൻ ആരോഗ്യമുള്ള ദൃഢഗാത്രനാണ് ശിമയോൻ. പക്ഷെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് ഈസിയായിട്ട് പൊക്കാമെന്ന് വിചാരിച്ചെങ്കിലും ക്രൂശിന് പാപത്തിൻ്റെ മൊത്തം വെയിറ്റ് ഉണ്ടെന്ന് എടുത്തപ്പോഴാണ് മനസ്സിലായത്. ദുഃഖവെള്ളിയാഴ്ച നിങ്ങളാരെങ്കിലും കാണുന്ന കാർഡ്ബോർഡ് കൊണ്ടോ പ്ലൈവുഡ് കൊണ്ടോ ഉണ്ടാക്കിയ ക്രൂശല്ല കേട്ടോ. യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. മനുഷ്യവർഗത്തിന് മുഴുവൻ പാപം ചുമത്തപ്പെട്ട ക്രൂശല്ലേ. അതെടുക്കാൻ ആരോഗ്യമുള്ള ശിമയോന് കഴിയത്തില്ല. അവൻ 2 ചോട് വെച്ചപ്പോൾ അവൻ വേച്ച് തുടങ്ങി. ഇന്നലെ തൊട്ട് രക്തമൊഴുകുന്ന യേശുവിന് വലിയ കുഴപ്പമില്ല. പക്ഷേ ആരോഗ്യമുള്ളവൻ ക്രൂശെ തൊട്ടവൻ വിറയ്ക്കാൻ തുടങ്ങി. യേശു ക്രൂശിനിടയിൽ കൂടെ അവനെ നോക്കിയിട്ട് പറഞ്ഞു, ശിമയോനെ, ഞാൻ പ്രതീക്ഷിച്ചടാ, ആ കൈ വരണ്ടിട്ട് സൗഖ്യമായവൻ എൻ്റെ ക്രൂശ് പിടിക്കുമെന്ന്. ആ കൂന് മാറിയ അമ്മച്ചി ക്രൂശ് പിടിക്കുമെന്ന് ഞാൻ ഓർത്തു. ആ മരിക്കാൻ കിടന്ന യായിറോസിൻ്റെ കൊച്ചിനെ ഞാൻ എഴുന്നേൽപ്പിച്ച യായിറോസ് പള്ളിപ്രമാണിയാണല്ലോ, അവനെങ്കിലും വന്ന് ഈ ക്രൂശിലൊന്ന് പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ വേണ്ട 38 വർഷം ആ കിടപ്പ് കിടന്ന ബെതസ്താക്കുളത്തിൻ്റെ കരയിലെ അവൻ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവനെ ഏറിയായി ഞാൻ കണ്ടില്ല. ഹലോ, ആ 12 വർഷത്തെ രക്തസ്രാവക്കാരി ഉണ്ടല്ലോ, അവളെങ്കിലും വരുമെന്ന് വിചാരിച്ചു. അവളെ ഞാൻ കണ്ടില്ല. പ്രൈസലോ, ഞാൻ പ്രതീക്ഷിച്ച പലരും വന്നില്ലടാ. ഞാൻ പ്രതീക്ഷിച്ച പലരും വന്നില്ലെങ്കിലും നീ വന്നല്ലോ. ഞാൻ നിന്നോടൊരു ഗ്യാരണ്ടി പറയാൻ പോകുക. നിനക്കിത് താങ്ങാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. മോനെ, ഗദസമനെ ഞാൻ തന്നെയാടാ ചുമന്നേ.
ഗെത്സമനെ തരണം ചെയ്തത് ഞാൻ തന്നെയാ. പീലാത്തോസിന്റെ ഗബതയെ ജയിച്ചത് ഞാൻ തനിച്ച. ഇനിയും ഗാഗുൽത്തായിലെത്താൻ 10 സ്റ്റെപ്പ് വെച്ചാൽ മതിയടാ. ഈ ദൂരം മുഴുവൻ ഞാൻ തനിച്ച താണ്ടിയത്. എടാ കുഞ്ഞേ, ഒരു 10 മിനിറ്റൂടെ 10 ചുവട് വെച്ചാൽ നിന്റെ കഷ്ടത മാറുകയാണ്. ഹലോ, നിർബന്ധം കൊണ്ടാണെങ്കിലും 10 ചുവട് നീ എൻ്റെ ക്രൂശെ പിടിച്ചല്ലോ, ഞാൻ നിനക്കൊരു ഗ്യാരണ്ടി തരികയാണ്. ഉലകമുള്ള കാലം മുഴുവൻ നിന്നെയും നിന്റെ തലമുറയെയും ഞാൻ ചുമന്നോളാമടാ. ഈ രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. അല്പം വൈകിയാണെങ്കിലും അല്പം നിർബന്ധം കൊണ്ടാണെങ്കിലും ഈ രാത്രി ഈ ക്രൂശെ തൊട്ടാൽ, ഒരു നിമിഷം ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി സ്നേഹിത നീ ആരുമാകട്ടെ, നിർബന്ധം കൊണ്ടാണെങ്കിലും ഹല്ലേലൂയ എല്ലാവരും ഒരു നിമിഷം ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ വലിയ മഹത്വം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോഴേക്ക് ക്രൂശ് ഗാഗുൽത്തായുടെ കൊടുമുടിയിലെത്തി. നിർദാക്ഷിണ്യം റോമൻ പട്ടാളത്തിന്റെ ശതാധിപൻ കൽപ്പിച്ചു, മറിച്ചിടവനെ ക്രൂശേലോട്ട് അവനെ മലർത്തിക്കിടത്തി. ആ ബലശാലികളുടെ കരുത്തുട്ട ഷൂകൾ ആ കാലി ചവിട്ടിപ്പിടിച്ചിട്ട് കാരിരുമ്പാണെ കൈയിലേക്ക് അടിച്ചു തറച്ചു. 2 കൈയിലും കാലിലും അടിച്ചപ്പോൾ 6ാമത് രക്തമൊഴുകി. ഇനി ആ ദേഹത്ത് രക്തം ശേഷിക്കുന്നില്ല. 6 ഇടത്തായി രക്തം മുഴുവൻ വാർന്നൊലിക്കപ്പെട്ടു. തയ്യാറാക്കപ്പെട്ട കുടിയിലേക്ക് ആ ക്രൂശോടുകൂടി ഉയർത്തി ക്രൂശിടുമ്പോൾ അവന്റെ അസ്ഥികൾ മുഴുവൻ ബന്ധം വിടുന്നത് പോലെ തോന്നി. ഇപ്പോൾ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് എന്നോടും നിന്നോടും ഇഷ്ടം തോന്നി. സ്തോത്രം പറഞ്ഞില്ല. ഈ തകർച്ച നടക്കുമ്പോൾ നമ്മോട് ഇഷ്ടം തോന്നുകയാണ്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ നിന്നോട് ഇഷ്ടം തോന്നിയപ്പോൾ പാപമില്ലാത്തവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഒരു ഹല്ലേലൂയ പറയണം. ശ്രദ്ധിച്ചേ പ്രിയരെ, ഈ നാട്ടി നിർത്തിയപ്പോൾ ആ ദേഹത്ത് ഞരമ്പുകളിൽ ശേഷിക്കുന്ന അല്പം വെള്ളവും അല്പം രക്തം കൂടെ ഊറി ആ ചങ്കിൻ്റെ മൂലയ്ക്ക് വന്നു. ബാക്കിയെല്ലാം ആറടത്തായി ഒഴുകിക്കഴിഞ്ഞു. ആ ചങ്കിൻ്റെ മൂലയ്ക്ക് ഒഴുകി വന്ന വെള്ളവും രക്തവും ഈ ശതാധിപൻ കുന്തം കൊണ്ട് ആഞ്ഞ് കുത്തിയപ്പോൾ 7ാമത് അതും നമുക്ക് വേണ്ടി ഒഴുകി വന്നു. 4 ഇടത്തായി 7 സന്ദർഭങ്ങളിൽ ആ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. എന്തിനെന്നറിയണ്ടേ? യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്നേഹിത, രോഗം മാറാൻ ഒരു വാക്ക് മതി, ശാപം മാറാൻ ഒരു വാക്ക് മതി, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ ഒരു വാക്ക് മതി, നിന്റെ വഴി തുറക്കാൻ ഒരു വാക്ക് മതി, നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയാൻ ഒരു വാക്ക് മതി. പക്ഷെ നിന്റെ പാപം മാറാൻ ഒരു വാക്ക് പോരാ. പരിശുദ്ധന്റെ രക്തം മുഴുവൻ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒഴുകിയെങ്കിൽ വിശ്വസിക്കുന്നവരാരും ഈ രാത്രി മൗനമായിരിക്കരുത്. ആ രക്തം ലൈവായിട്ട് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. സ്നേഹിത, നിന്റെ പാപം എത്ര വലിയ കടിച്ചുമപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ നിങ്ങൾ വിചാരിച്ച് എന്തൊരു പ്രതിഭാസമാണ്. യേശുവിന്റെ രക്തം ചുമന്ന രക്തം, പാപി കടിച്ചുമപ്പായ പാപം ചുമന്ന രക്തത്തിൽ മുക്കുമ്പോൾ പിന്നൊരു ചുമപ്പല്ലേ ഉണ്ടാകണ്ടേ? പക്ഷേ വാക്യം ശ്രദ്ധിക്കണം. രക്താംബരം പോലെ ചുമന്നിരുന്നാലും യേശുവിന്റെ രക്തത്തിൽ മുക്കിയാൽ ഹിമം പോലെ വെളുക്കും.
സന്തോഷമുള്ള കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് നിന്റെ പാപം രക്താംബരം പോലെ ചുമന്നിരുന്നാലും യേശുവിന്റെ പുണ്യാക രക്തത്തിൽ നിന്റെ പാപം മുക്കിയാൽ നീ ഹിമം പോലെ വെളുക്കും. ആത്മാവിൽ അത് കണ്ട ദാവീദ് പറഞ്ഞു, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് നീ ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. യേശു പത്രോസിന് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെൻ്റെ കൂടെ പങ്കുമില്ല, ഓഹരിയുമില്ല. ഇന്ന് രാത്രി മനുഷ്യരക്തം ഭൂമിയിൽ വീണാൽ അടുത്ത 24 മിനിറ്റുകൾക്കുള്ളിൽ അത് കട്ടപിടിക്കും. പാപിയായ മനുഷ്യന്റെ രക്തം അവന്റെ ദേഹത്തുനിന്ന് പുറത്തു പോയാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് കട്ടപിടിക്കും. എന്നാൽ 2023 വർഷമായിട്ട് കട്ടപിടിക്കാത്തൊരു രക്തമുണ്ട്, ലൈവായിട്ട് ഒഴുകുക. ഇന്ന് രാത്രി ഒഴുകുകയാ, ഇടയ്ക്കാട് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. കാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യോക രക്തം ഏറ്റെടുക്കുന്ന മുഴുവൻ പേരും ചേർന്ന് ഒരു നിമിഷം ആ രക്തത്തിന്റെ ഉടമയെ ഈ രാത്രി ഒന്ന് ആരാധിക്കുമല്ലോ. ഹല്ലേലൂയ. സ്നേഹിത, ലോകത്തിലെ ഏറ്റവും നീചമായ മരണം ആറ്റി വീണ് ചാകുന്നതല്ല, കായൽ വീണ് ചാകുന്നതല്ല, വണ്ടി ഇടിച്ച് ചാകുന്നതല്ല, പാമ്പ് കടിച്ച് ചാകുന്നതല്ല, കുഷ്ഠരോഗം വന്ന് ചാകുന്നതല്ല, ഹലോ കോവിഡ് വന്ന് ചാകുന്നതല്ല. ലോകത്തിലെ ഏറ്റവും നീചമായ മരണം നിന്റെ പാപം ഏറ്റുപറയാൻ കഴിയാതെ, പാപക്ഷമ പ്രാപിക്കാൻ കഴിയാതെ, നീ പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്നെങ്കിൽ നിന്റെ കൂട്ട് നീചമായ മരണം വേറെ ആർക്കുമില്ല. ഇന്ന് രാത്രി നിനക്കൊരു നീചമായ മരണം മാറി നിത്യജീവൻ പ്രാപിപ്പാൻ 2 മാർഗമില്ല. യേശുവിന് തോമസ് ചോദിച്ചു, കർത്താവേ ആ വഴി ഞങ്ങളെ പഠിപ്പിക്കണം. യേശു പറഞ്ഞു, പഠിക്കാനൊന്നുമില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രണ്ടാമതൊരു വഴിയില്ല കേട്ടോ. ഉലകത്തിൽ മനുഷ്യന് പാപം ക്ഷമിച്ചു കിട്ടാൻ ഒരു വഴിയുണ്ടെങ്കിൽ അത് യേശു എന്ന ഏക വഴിയാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ കന്നിപ്രസംഗത്തിൽ പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ആ നാമം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്നേഹിത, നിന്റെ രോഗത്തെ കാട്ടി വലിയ വിഷയം നിന്റെ പാപത്തിന്റെ ശക്തിയാണ്. നിന്റെ സകല തകർച്ചയുടെയും പുറകിൽ പാപത്തിന്റെ ഒരു കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 7 മക്കളുള്ള ഒരപ്പൻ്റെ അമ്മയുടെ ഇളയ മകനാണ്. സാമാന്യം ഭേദപ്പെട്ട ഒരു CSI കുടുംബത്തിൽ 7ാമനായി ജനിച്ചു വളർന്നു. എന്നാൽ പാപത്തിൻ്റെ ശക്തമായ ആ കരാള കരങ്ങൾ എന്നെ ഒരു അടിമയാക്കി, പാപത്തിൻ്റെ വേലക്കാരനാക്കി എന്നെ മാറ്റി. പാപത്തിന് തോന്നിയതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൻ്റെ സ്വസ്ഥത പോയി, സന്തോഷം പോയി, സമാധാനം പോയി. അപ്പൻ വെറുത്തു, ജ്യേഷ്ഠന്മാര് വെറുത്തു, പെങ്ങന്മാര് വെറുത്തു. അപ്പോഴും നൊന്ത് പ്രസവിച്ച ഒരമ്മ കരഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ചേതനേറ്റ് കിടക്കുന്ന എൻ്റെ ശരീരം രക്തം വാർന്നൊഴുകിക്കിടക്കുമ്പോൾ മടിയിലെടുത്ത് വെച്ചിട്ട് എൻ്റെ അമ്മ മാറത്തടിച്ച് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമില്ലേ? ആ അലർച്ച സ്വർഗം കേട്ടു. ഒരു അശരീരി പോലെ അലറിക്കരഞ്ഞ കരച്ചിൽ സ്വർഗത്തിലെ ദൈവം കേട്ടു. അതുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സ്റ്റേജുകൾ ദൈവം നിർത്തിയേക്കുന്നത്. തകർന്നവനെ കണ്ട് എഴുതി തള്ളല്, നീ ഗുണം വരത്തിടാന്ന് പറഞ്ഞു വിടരുത്. അവനെ തല്ലിയ നിന്റെ കുടുംബത്തിൽ കയറ്റാതിരിക്കല്ലേ. അവനൊരു സാധ്യതയുണ്ട്. ഈ കൺവെൻഷന്റെ പുറകിൽ, ആർക്കും വേണ്ടാത്ത ചിലതിന്റെ പുറകിൽ ദൈവത്തിനൊരു സാധ്യതയുണ്ട്. നീ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ തലമുറയെ രൂപാന്തരപ്പെടുത്തിയെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ സമാധാനം പകരാൻ കഴിയുന്ന ഒരു വലിയ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാന് മരിക്കത്തക്ക
വിഷയങ്ങളുമായി പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. എല്ലാം പറയാൻ സമയമില്ല, ഒരു കാര്യം പറയാം. ഒരിക്കൽ 4 കുപ്പി മാരകമായ വിഷം കുടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ എല്ലാ ഡോക്ടർമാരാലും ഉപേക്ഷിക്കപ്പെട്ട് രക്തം മാത്രം ഒമിറ്റ് ചെയ്തുകൊണ്ട് ദീർഘമായ 3 മാസങ്ങൾ കിടക്കുന്നതിൻ്റെ അവസാനത്തിൽ എൻ്റെ അമ്മയെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാം. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, ഡോക്ടറെ, അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഡോക്ടർ പറഞ്ഞ് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാനാ. അമ്മ പറഞ്ഞ് അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇപ്പം ഡോക്ടർ പറഞ്ഞ് ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്നല്ലേ? ഇല്ല ഡോക്ടറെ, ഇല്ല. അയാൾ നേരെ തിരിച്ചു കയറിപ്പോയി. കാരണം ഈ അമ്മയുടെ സമ്മതം തെറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. സ്തോത്രം. എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. ഞാൻ സേവിക്കുന്ന ദൈവമാരാന്നറിയാമോ? ഈ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് ലണ്ടനിൽ പോയി പഠിച്ചേച്ച് വന്ന FRCS ഉള്ള മനുഷ്യനോട് അല്ലിയ 10ാം ക്ലാസ്സിൽ തോറ്റ എൻ്റെ അമ്മ പറയുവാണ്, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്ന്. എൻ്റെ അമ്മ പറഞ്ഞാ നടന്നേ. 80 അമ്മ ഡോക്ടറോട് പറഞ്ഞു, 96 ഞാനാ കണ്ണ് തിരുമ്മി അടച്ച്. പിന്നെ ഒരു 16 വർഷം കൂടെ അമ്മ ജീവിച്ചു. സ്തോത്രം. അമ്മ മരിക്കുമ്പോൾ ഞാൻ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററാ. നിന്റെ തലമുറയുടെ ഭാവി നീയാ തീരുമാനിക്കുന്നത്. ചാകണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുന്ന നീയാ. മടക്കാൻ 2 മുട്ടും കരയാൻ 2 കണ്ണുമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മുഴുവൻ മാറ്റിമറിക്കാൻ കരുത്തുള്ള ഒരു മഹാദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആദ്യ സ്നേഹിത, കാൻസറോ ട്യൂമറോ ലുക്കേമിയായോ വൈറൽ ഫീവറോ കിഡ്നി ട്രബിളോ ഹാർട്ട് അറ്റാക്കോ അല്ല വിഷയം. വിഷയം നിന്നെ നരകത്തിൽ തള്ളുന്ന, ഒരിറ്റു വെള്ളത്തിനായി കേഴുന്ന യാതനാസ്ഥലത്ത് ധനവാനെ തള്ളിയിട്ട, കരച്ചിലും പല്ലുകടിയുമുള്ള പുറത്തെ ഇരുട്ടിൽ തള്ളപ്പെടുന്നതിനേക്കാൾ ഒറ്റ നിമിഷം 5 പൈസ മുടക്കണ്ട, ചെരിപ്പിടാതെ റാന്നി കൂടെ നടന്നു വരണ്ട, നീ നിരത്തി വസ്ത്രം മാറി ഉടുക്കണ്ട, നീ നേർച്ച കഴിക്കണ്ട, പിടിപ്പണം മാറണ്ട, കോഴിയെ വെട്ടണ്ട, ഉരുളി കമത്തണ്ട. ഇന്ന് രാത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനാണല്ലോ അങ്ങ് ഈ ലോകത്തിൽ വന്ന് കാൽവറി പിടഞ്ഞു മരിച്ചത്. അപ്പാ, ഞാൻ അത് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് എല്ലാവരെയും കേൾക്കെ എൻ്റെ വാ കൊണ്ട് ഏറ്റു പറയും. നീ എൻ്റെ കർത്താവായി വരണം, നീ എൻ്റെ രക്ഷകനായി വരണം. യേശുവിൻ്റെ ഉയർപ്പ് തൊട്ടു നോക്കിയിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ നമ്മുടെ തോമസ് യേശുവിൻ്റെ മുറിപ്പാടിൽ തൊട്ടേച്ച് വിളിച്ച പേര് പത്രോസ് വിളിച്ചു. പത്രോസ് ആകെ വിളിച്ചത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു എന്ന. പക്ഷെ മുറിപ്പാടി തൊട്ട തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇന്ന് രാത്രി നീ ഒന്ന് വിളിക്കുമോ യേശുവിനെ? ഹല്ലേലൂയ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. നീ ഒരു വാക്ക് വിളിക്കാൻ തയ്യാറായ സ്നേഹിത, നിങ്ങൾ ആരുമാകട്ടെ, സഹോദരി, നിങ്ങൾ ആരുമാകട്ടെ, ഇന്ന് രാത്രി ഒരു നിമിഷം കൊണ്ട് നിന്റെ പാപം ക്ഷമിക്കുക മാത്രമല്ല, നിന്റെ പേരാർക്കും മായ്ക്കാൻ കഴിയാത്ത പുസ്തകത്തിൽ അല്ലിയ രക്തം കൊണ്ട് എഴുതും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി ചേർക്കും. വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റക്കാര്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. സഹോദര, സഹോദരി, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ ആത്മാവ് ദൈവസന്നിധിയിലായിരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രായഭേദമില്ലാതെ, സമയഭേദമില്ലാതെ, കുടുംബങ്ങളുടെ വലിപ്പച്ചെറുപ്പമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ഏത് സമയത്തും കുബേരൻ്റെയും കുചേലൻ്റെയും പണ്ഡിതൻ്റെയും പാമരൻ്റെയും ധനവാന്റെയും ദരിദ്രൻ്റെയും ഡോക്ടറുടെയും രോഗിയുടെയും എല്ലാം വീട്ടിൽ നിന്റെ അനുവാദം കൂടാതെ മരണം കയറി വരും. ഒരു എക്സ്ക്യൂസും പറയാനൊക്കത്തില്ല. നീ കരഞ്ഞു കാണിച്ചാലൊന്നും അവന് പേടിയില്ല.
കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ആ ക്ഷണത്തിൽ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. 16,000 ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ, കോട്ടയം ഗാന്ധിനഗറിൽ മെഡിക്കൽ കോളേജ് ജോലി ചെയ്ത ഡോക്ടർ 41-ാമത്തെ വയസ്സിൽ ഇന്നലെ മിനിഞ്ഞാന്ന് മരിച്ചുപോയി. 16,000 ഹാർട്ടുകൾ കയ്യിലെടുത്ത് ഓപ്പൺ സർജറി നടത്തിയ, ഏറ്റവും പ്രായം കുറഞ്ഞ് ഏറ്റവും കൂടുതൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ മിനിഞ്ഞാന്ന് ഗാന്ധിനഗറിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയണോ? എപ്പോഴെങ്കിലും മരിക്കട്ടെ, പക്ഷെ നിനക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ, ഇന്ന് ഞാൻ മരിച്ചാൽ, ഓ ഹല്ലേലൂയ, നിത്യത ഉറപ്പാക്കിയവരല്ല ആ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 60 കിലോയോ 70 കിലോയോ 80 കിലോയോ ഉള്ള 50, 60, 70, 80 വയസ്സ് വരെ ജീവിക്കുന്ന ഈ മൺകൂടാരത്തിലെ രോഗം മാറുന്നതല്ല വിഷയം. ഇന്ന് രാത്രി എത്ര രോഗിയുണ്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. അതല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. രോഗം മാറി സൗഖ്യമായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നീ സൗഖ്യമായാലും ഇല്ലേലും പാപക്ഷമ പ്രാപിച്ച് പ്രൈസ് ദി ലോർഡ് യേശുവിൻ്റെ മക്കളായി തീരാൻ ഈ രാത്രി ലഭിക്കാൻ പോകുന്ന പദവി എന്നാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ലഭിക്കുന്ന പദവി പുത്രത്വമാകട്ടെ. ഏതിന് നഷ്ടപ്പെട്ടത് പുത്രത്വമാണ്. പുത്രത്വം പാപത്താൽ നഷ്ടപ്പെട്ട മനുഷ്യനെ പുത്രനാക്കി മാറ്റാൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവന് പുത്രത്വം നൽകുന്നു. ഇന്ന് രാത്രി എനിക്ക് യേശുവിൻ്റെ പുത്രനായി മാറണം, പുത്രിയായി മാറണം. ഹല്ലേലൂയ. നീ ഏത് പന്നിക്കൂട്ടിന്ന് വന്നാലും അപ്പന് വിഷയമല്ല. അപ്പൻ്റെ അടുക്കൽ മടങ്ങി വന്നാൽ പന്നിക്കൂട്ടിലെ നാറ്റം വകവയ്ക്കാതെ നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നഷ്ടപ്പെട്ട പദവിയുടെ വസ്ത്രം തന്ന് കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ മോതിരമിട്ട് നിനക്ക് വേണ്ടി തടിച്ച കാളയെ അറക്കാൻ കഴിവുള്ള ഒരപ്പൻ ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നു. ആകെ ചെയ്യേണ്ടത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഓ, എന്തൊരു ഭയങ്കര പദപ്രയോഗം. ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. പാപം ചെയ്താലത്തെ പദവി ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ, അത്രയുള്ള വിഷയം. മകനെന്ന യോഗ്യത നഷ്ടപ്പെട്ടു. ഇവിടെ ശതാധിപൻ പറയുകയാണ്, ഞാൻ പള്ളി പണിത് കൊടുത്തു, ഞാൻ യഹൂദന്മാരെ സ്നേഹിക്കുന്നു, ഞാൻ ദാസനെ സ്നേഹിക്കുന്നു, പക്ഷെ യേശു എന്ന പരിശുദ്ധൻ്റെ അടുക്ക വരാൻ ഞാൻ യോഗ്യനല്ല. എല്ലാവരും എൻ്റെ കൂടാണോ? പാപിയായ എൻ്റെ വീട്ടിൽ അങ്ങയുടെ കാലുവെക്കാൻ എൻ്റെ വീട് യോഗ്യമല്ല. അയോഗ്യത നിറഞ്ഞ മനുഷ്യൻ പട്ടാളത്തിൽ കയറുന്ന യോഗ്യത വേണം. 58 ഇഞ്ച് നെഞ്ചുവരിവ്, 5 അടി 8 ഇഞ്ച് മുതൽ 6 അടി 2 ഇഞ്ച് വരെ പൊക്കം, നട്ടല് നൂർന്നായിരിക്കണം, നെഞ്ചു വിരിഞ്ഞായിരിക്കണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. നല്ല വിദ്യാഭ്യാസം, നല്ല കമാൻഡർ ആകാനൊക്കത്തില്ല. 8 മൂത്ത് SI ആയതല്ല, നേരെ കമാൻഡർ ആയതാ. അത് റോമൻ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പദവിയുള്ള മനുഷ്യൻ പറയാണ്, എനിക്കൊത്തിരി പദവിയുണ്ട്, ഞാൻ പറഞ്ഞാൽ പോകും, ഞാൻ പറഞ്ഞാൽ വരും, ഞാൻ പറഞ്ഞാൽ ചെയ്യും, പക്ഷേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഈ രാത്രി അയോഗ്യതയുള്ള നിനക്ക് ഒറ്റ വാക്ക് പറയാൻ കഴിയുമോ? എൻ്റെ അയോഗ്യത മാറ്റി, ഓ നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി നഷ്ടപ്പെട്ട പുത്രത്വം മടക്കി തന്ന് നിന്റെ മകനാക്കി തീർക്കണമേ. അതിനെന്തോ ചെയ്യണം? ചാകുന്നതിന് മുമ്പ് അന്ത്യശ്വാസം വലിക്കുക. അടുത്ത ശ്വാസം എടുത്തുവിട്ട ഒരു പക്ഷെങ്കിൽ ആ കള്ളൻ മരിച്ചേക്കാം. പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുമ്പേ ഏങ്ങി വലിച്ചു പറഞ്ഞു, നീ രാജാവ്, നീ രാജത്വം പ്രാപിക്കും. നീ രാജത്വം പ്രാപിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരനായി എന്നെ കൂടെ ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക.
പാപത്തിന് പരിഹാരം ആഴ്ചകൾ കൊണ്ടല്ല കേട്ടോ, ഇന്ന് രാത്രി ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ പാപത്തെ ക്ഷമിച്ചിട്ട് നഷ്ടപ്പെട്ട പറുദീസ മടക്കി തരാൻ കരുത്തുള്ള ഒരുവനുണ്ട്. അവന്റെ പേരത്ര യേശുവെന്ന്. വിശ്വസിക്കുന്നവരെല്ലാം ആ കരമൊന്ന് അടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച്, പ്രിയരേ, നിന്റെ പാപത്തിന്റെ കഠിനമായ ആ കളങ്കം മാറി നിന്നെ വിശുദ്ധനാക്കുവാൻ യേശു ഈ രാത്രി നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ.